ലക്ഷ്മിക്ക് അടിസ്ഥാനപരമായിട്ട് ഉള്ള പല പല പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അനിയത്തിക്ക് ഇപ്പം നിങ്ങൾ ശ്രീധനം നല്ല രീതിയിൽ കൊടുത്ത് അയച്ചു. എന്നെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ അയച്ചത്. ശ്രീധനം നല്ല രീതിയിൽ കൊടുത്തയച്ചെന്ന് ഞാൻ പറയില്ല, ചോദിച്ചില്ല. എന്നാ കഴിയുന്നത് ഞാൻ ചെയ്തെന്നുള്ളതേ പറയുള്ളൂ, എന്താണെന്ന് ഞാൻ പറയുകയില്ല. അതുപോലെ തന്നെ അഖിലിന് കൊടുത്തത് ഞാൻ പറയില്ല, അഖിലിനും കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോ മക്കൾക്കോ മരുമക്കൾക്കോ കൊടുത്തെന്നും പറഞ്ഞൊരു വൗച്ചറെ നമുക്ക് ഒപ്പിട്ട് വാങ്ങാൻ പറ്റൂല. എന്നാലും എന്റെ 2 കുട്ടികൾക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ എന്റെ 2 കുട്ടികൾക്കും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എനിക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യത്തിലും ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ പറയില്ല. വേറൊരു കാര്യം ഞാൻ പറയാം, കുറെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അവളെ എന്താ പറയാ കുട്ടിക്കാലം മുതലേ ഈ 2 മക്കൾക്കും, ഒരാളെയും പറയുന്നില്ല, 2 മക്കൾക്കും എന്ത് ചെയ്യാ പറയണ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു. അഖിൽ ഇപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, അഖിൽ ഇപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കണം. അയാള് പല പണിയും ചെയ്ത് അങ്ങ് താഴെക്കടയിൽ ഇറങ്ങി 2 കുഞ്ഞുങ്ങളെയും പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ഭാര്യയും എല്ലാം നോക്കി നല്ല രീതിയിൽ കുടുംബം സംരക്ഷിച്ചു. നമ്മളിപ്പോ ഇത്രയും നാളായിട്ട് 1 വർഷമായി അല്ലേ അഖിൽ മോളെ കണ്ടിട്ട് അല്ലേ? അപ്പൊ അതാണ് ഒരു അച്ഛനെന്ന് 4 മാസം 4 മാസമൊക്കെ 4 മാസം 4 ദിവസമായാലും ഒരു അച്ഛനെന്നുള്ള നിലയ്ക്ക് പരാജയമാണ്. ഇത്രയും പ്രായമുള്ള ഒരു അച്ഛനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ, ചോദ്യം ചോദിക്കാൻ ഉള്ള യോഗ്യതയിലല്ല നമ്മൾ നിൽക്കുന്നത്. ഭർത്താവായിട്ട് പോട്ടെ, ഭാര്യയ്ക്ക് ഒരുപാട് കുറവുകളും കാര്യങ്ങളും കാണാം. ഒരു അച്ഛനെന്നുള്ള നിലയ്ക്ക് ഒരു പൊടിക്കുഞ്ഞിന് ഒരുപാട് ചെലവുണ്ട്, അതിന്റെ വാക്സിൻ എടുക്കണം, പല കാര്യങ്ങളും ഉണ്ട്, എന്തെല്ലാം ഉണ്ട് ഒരു കുഞ്ഞ് വളർന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാല് 10,000-2,000 രൂപയുടെ ടോയ്സ് അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ വീട്ടിൽ ടോയ്സ് ഒരു കാര്യമില്ല. നിങ്ങളുടെ അമ്മയോ വിദ്യാർത്ഥിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവര് ചെയ്യണത് എന്താ, നേരെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യാം. ഇല്ല അവരൊരു കംപ്ലൈന്റ് കൊടുത്ത കാര്യം പറഞ്ഞു നോക്കി. ടോയ്സ് ഇല്ല, അറ്റ്ലീസ്റ്റ് അത്രയും ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആ കുട്ടിക്ക് ഒരുപാട് ചെലവ് വരുന്നുണ്ട്, അത് എനിക്കറിയാം. മേഡം ഞാനത് പറയാം. ഒരു മിനിറ്റ്. ഈ പ്രസവം എന്ന് പറയുന്നത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. 2 ദിവസം വെന്റിലേറ്റർ, അത് കഴിഞ്ഞ് 27 എന്നാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അഖിൽ ഇവിടെ ഉണ്ട്, അഖിലിനറിയാം ഭീമമായ ഒരു തുകയാണ് എനിക്ക് ഇവിടെ ചിലവായത്. അഖിലിൻ്റെ ചിലവ് ഉൾപ്പെടെ മരുന്നെടുക്കണം. ഒരു കൊച്ചുകുട്ടി വെന്റിലേറ്ററിൽ ICUയിൽ ആയിക്കഴിഞ്ഞാലുള്ള സ്ഥിതി അറിയാമല്ലോ. തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ SIT കൊണ്ടുപോയതാണ്. ആരുടെ ഞാൻ ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ സഹായിച്ചു. അഖിലിന്റെ ചെലവ് ഉൾപ്പെടെ കൊടുത്തിട്ട് പറയല്ല, അഖിലിന്റെ ചെലവ് ഉൾപ്പെടെ ഇത്രയും ദിവസം ഞാൻ നോക്കി. ഞാൻ ആരുടെ കണക്ക് അഖിലെ നീ കൊണ്ട് തരണം, നീ ഇത്രയും ആയി, എനിക്ക് ഇത്ര രൂപ തരണം ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര ചെലവ് വന്നു? അങ്ങനെ പറയരുത്. അപ്പൊ ഇതെല്ലാം അഖിൽ, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെലവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ചെലവ് ഉൾപ്പെടെ. പ്രസവക്കൂലി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടുമ്പുറത്ത് ഒരുപാട് രീതികൾ നിങ്ങൾ പറഞ്ഞു. അതെ, അപ്പൊ അത് ആലോചിക്കണം. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പ്രസവക്കൂലി കൊടുക്കാത്ത ഏർപ്പാടുണ്ടല്ലോ മാഡം? കൊണ്ടുവന്ന് കൊടുക്കാം. എണ്ണയും സോപ്പും തോർത്തും അടക്കമുള്ള സാധനങ്ങൾ എമൗണ്ട് അല്ല പറയുന്നത്. ഇതിൽ ഞാൻ നാട്ടുനടപ്പ് പറയുമ്പോൾ പറയുകയാണ്. അഖിൽ നിങ്ങളുടെ പ്രായത്തിൽ കഴിഞ്ഞ വളരെ പക്വതയോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളായിട്ട് പറയുകയാണ് അല്ലേ? ആ കുട്ടി പണ്ടത്തരങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുവരെ അച്ഛനും അമ്മയും ചെന്ന് നിന്ന് ആ പെണ്ണിന്റെ തന്തരേം തള്ളേരം കൈ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രസവക്കൂലി മാഡം ഞാൻ പറഞ്ഞല്ലോ, ഇതിനുള്ള മറുപടി ഭർത്താവിന്റെ വീട്ടിൽ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ആയതിനു ശേഷമാണ് ഞാൻ ഇവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോണത്. കാര്യം എന്റെ അമ്മ കുറച്ച് മുമ്പ് മാഡത്തിനോട് പറഞ്ഞു. ഇപ്പോ ഞാൻ നാട്ടു നടപ്പ് പറയുകയാണ്. അഖിലിന്റെ ചെലവ് ഉൾപ്പെടെ എന്ന് പറഞ്ഞപ്പോ അഖിലിന് ഫീൽ ചെയ്തു. അപ്പോ അത് നിങ്ങളുടെ വീട്ടുകാരെ വിട്ടേക്കൂ. അഖിൽ അത് ചെയ്യേണ്ട കടമയുണ്ടായിരുന്നു. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അത് സാധിച്ചില്ല. അല്ല മാഡം, അപ്പൊ ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ വിഷമം പറയുകയായിരുന്നു, തീർച്ചയായിട്ടും ഞാനത് ചെയ്തു, അദ്ദേഹത്തിന്റെ കടമകൾ ഉത്തരവാദിത്തം ചെയ്തോ എന്നൊരു ചോദ്യം അഖിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇത് വിവരിക്കേണ്ടി വന്നത്. മനസ്സിലായോ? അഖിൽ ഉദ്ദേശിക്കുന്നത് കൊച്ചിലെ മുതൽ ഈ പെൺകുട്ടികൾ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും അവരെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തെ വളർത്തുകയും ചെയ്തു നേരത്തെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ ഇപ്പം ഇയാള് പറഞ്ഞു ഇവർക്ക് എന്താ പറയാ വലിയൊരു എമൗണ്ട് ചെലവായിട്ടുണ്ട്, അപ്പൊ എന്റെ ചെലവും കൂടി അതിനകത്ത് വന്നു എന്ന് പറഞ്ഞു. ശരി, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇപ്പം മാഡം ചോദിച്ചില്ലേ പ്രസവക്കൂലി എന്നിട്ട് സാധാരണ നാട്ടുനടപ്പായിട്ട് ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. ആ എമൗണ്ട് ഇവള് പോലും അറിയാണ്ട് ഇയാളുടെ അമ്മയുടെ കയ്യിൽ ഞാൻ ആ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോ? പ്രസവം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം. എന്ത് കൊടുത്തു? ചെറിയൊരു എമൗണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയില്ല എത്ര എമൗണ്ട് ഞാൻ പറയുന്നില്ല, എന്നാലും തിരക്കില്ലാത്ത 5,000 രൂപ. ആ ഒരു ടൈമിൽ എന്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു എമൗണ്ട് ഞാൻ അവിടെ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അറിയാതെ അമ്മയുടെ കൊണ്ട് കൊടുക്കേണ്ട കാര്യം എന്താ? അറിയാതെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതല്ല. കാര്യം ഇവരെന്താ വെച്ച് കഴിഞ്ഞാല് ഇയാള് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ എമൗണ്ട് ഇപ്പം ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് ഭാര്യനെ പൈസ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം ഭാര്യയാണ് എന്ത് ചെയ്യണേ, ഇപ്പം മരുന്നിന് പോകുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണത്, എന്തെങ്കിലും ആശുപത്രിയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്.
അപ്പൊ അത് ചെയ്യുമ്പോ പിന്നെ ഞാനും ആളെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. അതെ, അപ്പൊ അദ്ദേഹത്തെ ഏൽപ്പിച്ചോ? അദ്ദേഹത്തിനല്ല ഏൽപ്പിച്ചോ? അദ്ദേഹത്തിനല്ല ഭാര്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അറിയുന്നതല്ലേ? എന്തിനാ അങ്ങനെ? എല്ലാത്തിനും ഓടുന്ന ഒരു മനുഷ്യനാവുമ്പോ എന്നെ കൊണ്ട് കഴിയുന്നതാ ഇതാണതാ എന്ന് പറഞ്ഞു കൊടുക്കുന്ന. ഇപ്പൊ നമ്മൾ 500 രൂപ കൊടുത്താലും കുഴപ്പമില്ല, 50 രൂപ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് കൊടുത്തത് അദ്ദേഹത്തെ എല്ലാവരും ഏൽപ്പിക്കേണ്ടിരുന്നത്. അതിലെ മര്യാദ. എല്ലാ കാര്യങ്ങളും ആശുപത്രിയിൽ നിന്ന് ആ മനുഷ്യൻ നോക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ കൈ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു എങ്കിൽ ഒരു അദ്ദേഹത്തിന് സന്തോഷം, ഒരു ബഹുമാനവും തോന്നുന്നവനോട് അത് ഭാര്യയെ അറിയണം. എന്ത് ചെയ്തു എന്ന് ഒരിക്കൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനിത് പറയില്ല. കൊടുത്തത് പറയുന്ന ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ആദ്യം ഞാനത് പറയാനായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിലെ വിവാഹം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കുന്നതിൽ അർത്ഥം പോലും ഇല്ല. ഒരു ധൈര്യപൂർവ്വം ഒരു പെണ്ണിനെ ഏറ്റെടുക്കാൻ തയ്യാറായ രീതിയിലാണ് ഇപ്പൊ അഖിൽ ഒരു കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തില് അന്നും ഇന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടൊന്നും ഇല്ല. പിന്നെ നിങ്ങളെക്കാൾ കുറച്ചുകൂടെ വിദ്യാഭ്യാസവും ജോലി സാധ്യതയുള്ള ഒരു കുട്ടിയാണെന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് കൂടെ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. അതിനയച്ചിട്ടില്ല, ജോലിക്ക് അയച്ചിട്ടില്ല. നേഴ്സിംഗ് പണിക്ക് പോകാൻ പാടില്ല, അത് നല്ല സ്ത്രീകൾ പോവില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത് ഇവരെ പാക്ക് ചെയ്തു. ഉളിക്കൽ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് അവിടത്തെ SI 2 ദിവസം പിടിച്ചിരുത്തിയപ്പോ വൈകുന്നേരം SIയുടെ പേരിന് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ചാടിയിട്ട് പിന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇന്ന ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 3 ദിവസത്തിൻ്റെ അന്ന് 4 അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അയച്ചു. അതിൽ SLC സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നേഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് ബാക്കിയെല്ലാം ഉണ്ട്. SLC സർട്ടിഫിക്കറ്റ് ഞാൻ വലിച്ചു കയറി കളഞ്ഞു. എന്ത് ധൈര്യത്തിൽ പറയുന്നത്? ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ വലിച്ചു കയറി കളഞ്ഞു. അങ്ങനെ തരണ്ടാന്ന് വിചാരിച്ചു. ദേഷ്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അഖിലല്ലേ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ആ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു ഞാനത് വലിച്ചു കയറി കളഞ്ഞു പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ എന്താ പറയാ, ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. പിന്നെ ഞാൻ എന്തിനാ നശിപ്പിക്കണേ? നശിപ്പിച്ചത് അത് ഒഫൻസാണത്. നശിപ്പിക്കുന്നത് വലിയ കുറ്റകൃത്യമാണത്. നശിപ്പിച്ച അഖിലിന് ഉപകാരമില്ല, പക്ഷെ ഈ കുട്ടിക്ക് ഉപകരിക്കത്തുമില്ല. അതിനെ പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലെ പ്രശ്നം. അപ്പൊ ആ ദേഷ്യത്തിന് ഇയാൾ ചെയ്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. മാഡം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പോഴും SSLC സർട്ടിഫിക്കറ്റ് താങ്കളുടെ കയ്യിലുണ്ടോ? SSLC സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്ക് വേണ്ടി എത്രയോ പേര് ഓടും. ഇത് സാധ്യതയുള്ള ഒരു ജോലിയാണ്. ഏത് ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കിൽ കയറി നിന്നാലും അവരുടെ ചെലവിനുള്ള കാശ് കിട്ടും. ആ ഒരു സാധ്യത എടുത്താൽ ഞാൻ അത് പഠിക്കും. പക്ഷെ നേഴ്സിംഗ് മോശമാണെന്നൊന്നും അഖിൽ ഇവിടെ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നേഴ്സിംഗിന് അയക്കാൻ പാടില്ല, നൈറ്റ് ഒക്കെ പോവേണ്ടി വരും. അങ്ങനെയൊന്നും പോവില്ല, നൈറ്റ് ഒക്കെ പോവേണ്ടി വരും. അങ്ങനെ നല്ല പോവില്ല, അതുകൊണ്ട് അയക്കാത്തേന്ന്. കാര്യം ഇപ്പം നഴ്സിംഗ് ആണെങ്കിലും അങ്ങനെയാണെങ്കിലും നഴ്സുമാരും ഡോക്ടർമാരും ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ജീവനോടെ ഉണ്ടാവും. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെന്താ പറയാ, ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട മേഖലകളുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടത് മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ഇതിനു മുമ്പ് ഇദ്ദേഹം കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു തൂമ്പ പോലും എടുത്തില്ല എന്ന്. ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട്. വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയിട്ടുണ്ട്. ഈ പണിയെല്ലാം എന്താ പറയുക, ഇതിൽ വർക്ക്ഷോപ്പിന്റെ പണിയും മാത്രം ഞാൻ മര്യാദക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം അത് ഡീസലിന്റെ അലർജി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ട വന്നത്. ഡീസലും പെട്രോളും ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ തൊലി പൊളിയുന്ന ഒരു സ്കിന്നിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത്. എന്നിട്ടാണ് ഇപ്പം ആൾ പറഞ്ഞു വൈറ്റ് കോളർ ജോബ് മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന്. പക്ഷെ എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ എനിക്കതേ ആവുള്ളൂ. അതുകൊണ്ടാണ് ഈ ജോലി ഫോളോ ചെയ്യുന്നത്. അല്ല, എന്താ ആരോഗ്യപരമായിട്ട് കുഴപ്പമുണ്ടോ? ആരോഗ്യപരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഫിസിക്കലി പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിയാവുന്ന ഒരു തൊഴിലുണ്ട്. പക്ഷെ അത് ചെയ്താന്ന് കഴിഞ്ഞാൽ അതെനിക്ക് എന്താ പറയാ, സൈഡ് എഫക്ട് തരും. അഖില് പറഞ്ഞല്ലോ ആരോഗ്യപരമായ പ്രശ്നം. അഖിലിനെ കണ്ടാ തോന്നില്ല. ഇതേ പ്രശ്നം തന്നെയാണ്. രശ്മിയെ കണ്ടാ ഒന്നും തോന്നില്ല. പക്ഷെ ആ കുട്ടി പറയുന്ന കള്ളം നേരത്തെ നിങ്ങൾ പറഞ്ഞു. കള്ളമാണെന്നല്ല മേഡം ഞാൻ പറഞ്ഞു. നടന്നു വന്നപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഒരു ഡോക്ടർ പരിശോധിച്ചപ്പോ ആ ഡോക്ടർ പറയുമ്പോ ഓട്ടോമാറ്റിക്കായി എന്താ ചെയ്യാ. അല്ല, നടുവേദന എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നത് ഇപ്പം കാണുന്ന ഉടനെ തോന്നണമെന്നില്ല. നടുവേദനയുള്ള സ്ത്രീ, ഇത് നടുവേദനയുള്ള സ്ത്രീയാ കണ്ട അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല. മനസ്സിലായില്ല? ഞാൻ അംഗീകരിക്കുന്നുണ്ട്, നടുവേദനയുണ്ട്. അതാണ് ആ കുട്ടി പറഞ്ഞത്. പിന്നെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി സാധാരണ സിസേറിയൻ ആണെന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാവും. അഖിൽ സിസേറിയൻ കഴിഞ്ഞാൽ തന്നെ സ്ത്രീകൾക്ക് വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ വെയിറ്റ് ജോലി എന്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ പറയില്ല മേഡം. കാര്യം ഇദ്ദേഹത്തിന് അടുക്കളയിലുള്ള പണി മാത്രമേ ആളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. വേറെ എന്താ പറയാ, തൊഴുത്ത് ഒരു പശുവിന് വെള്ളം കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ. കാര്യം അത് ചെയ്യണത് എന്റെ അച്ഛനാണ്. അച്ഛൻ വേറെ ജോലിക്ക് പോണില്ലേ ഇപ്പൊ. പക്ഷെ ഇപ്പൊ എന്താ അറിയോ അഖിൽ, ഇത് അവര് ഇപ്പം ഈ കുട്ടിക്ക് ചെറിയ ഇപ്പം അഖിലിന്റെ ഭാഗത്തോ അവരുടെ ഭാഗത്തോ സംസാരിക്കുന്നില്ല ഞങ്ങൾ ആരും.
ഒരിക്കലും സംസാരിക്കില്ല. ഇങ്ങനെ ഈ ഒരു അതിങ്ങനെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മര്യാദക്ക് ഒരു ഒച്ചപ്പാടും ബഹളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, എൻ്റെ വീട്ടുകാർക്കും ഇല്ല. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് എൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ, പിന്നെ ഞങ്ങളായിട്ട് ഇവർക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പോയിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തതെല്ലാം ഞങ്ങൾ ക്ഷമിച്ചു. എൻ്റെ അടുത്ത് കാണിച്ച എല്ലാ പറയാൻ പറ്റില്ല അഖിൽ. അഖിലിനിപ്പോ അഖിലിന്റെ ഭാഗത്തു നിന്നാണ് അഖിൽ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം സഹിച്ചു. അഖിലിന്റെ അമ്മ പറഞ്ഞ 100% ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ ആരും. തീർച്ചയായിട്ടും. കാരണം അവരുപയോഗിച്ചൊരു വാക്ക്, അവരൊരു സ്ത്രീയാണ്, ഒരു പഴയ കാലത്തെ സ്ത്രീയാണ്. അടങ്ങി ഒതുങ്ങി ജീവിക്കാമെങ്കിൽ, അടങ്ങി ഒതുങ്ങി എന്ന വാക്കിന്റെ അർത്ഥം എനിക്കറിയണം. എന്താണ് ഈ അടങ്ങി ഒതുങ്ങി? മാഡം, അടങ്ങുക എന്ന് വെച്ചാൽ എന്ത്, ഒതുങ്ങുക എന്ന് വെച്ചാൽ എന്ത്? ഭർത്താവിന്റെ വീട് എന്ന് പറയുന്നത് സ്വന്തം വീട് പോലെ കണക്കാക്കാൻ ഒരു പെൺകുട്ടിക്ക്, അപക്വമായ ഒരു മനസ്സുള്ള പെൺകുട്ടിക്ക് കുറച്ച് സമയം എടുക്കും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ പറിച്ച് നടാൻ വേറൊരു സ്ഥലത്ത് പുരുഷന്മാർക്ക് അങ്ങനെ മറ്റൊരു വീട്ടിൽ പോയി പറിച്ച് നടാൻ പറ്റത്തില്ല. പെൺകുട്ടികൾക്ക് ബേസിക്കായിട്ട് അങ്ങനെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. 17 വയസ്സ് വരെ അല്ലെങ്കിൽ 18 വയസ്സ് വരെ വളർത്തിയ വീട്ടിൽ നിന്ന് സുഖമായിട്ട് മറ്റു അന്യനാട്ടിൽ പോയി ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് സ്വന്തം വീട് മറന്ന് ജീവിക്കാനൊക്കെ പ്രകൃതി തന്നെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം സ്വന്തം വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും. അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞ, നിങ്ങളുടെ അച്ഛനെ കുറിച്ചുള്ള പറഞ്ഞ ആരോപണം സത്യമാണോ കള്ളമാണോ എന്നതിനെ കുറിച്ച് നമ്മളൊരു റിസർച്ചിന് പോകുന്നില്ല. കാരണം ആ കുട്ടി നിങ്ങൾ കൂടെ വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജീവിതം മുഴുവൻ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെയും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ബന്ധപ്പെട്ട് ജീവിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു വലിയ സംഗതികളിലേക്ക് പോകുന്നില്ല. അതെന്ത് തന്നെ ആയാലും ആയിക്കോട്ടെ. പക്ഷേ ആ വീട്ടിൽ ഇത്രയും സംഗതികൾ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ ഒരുമിച്ച്, ഇപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ വാടക വീടായാലും സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ടായാലും അവിടെ ഒരു സ്നേഹവും സമാധാനവും ഉണ്ടായി കണ്ടിട്ടുണ്ട്. മാഡം, സ്നേഹവും സമാധാനവും മാത്രം പോരാ. കാര്യം ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഇനി അഥവാ എനിക്കൊരു വീടെടുത്ത് മാറി താമസിക്കാൻ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് നോക്കാം. പക്ഷേ എൻ്റെ അച്ഛന് സുഖമില്ലാത്ത ഒരാളാണ്. കാര്യം ഏത് സമയത്താണ് മറിഞ്ഞു വീഴുന്നത്. സുഖമില്ലാത്ത അമ്മയ്ക്ക് എടുത്തിട്ട് എന്തായാലും ആളെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റില്ല. 8 വർഷം നിങ്ങളുടെ ജീവിതത്തിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിന്നു നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ രേഖകളൊന്നും ഇല്ലാതിരുന്നത്. വീടുമായിട്ട് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും 8 വർഷം നിങ്ങൾ മാറി നിന്ന ഒരാളാണ് അല്ലേ? നിങ്ങളുടെ നാട്ടിൽ ധാരാളം ആൾബലവും ബന്ധുബലവും ഉള്ള ഒരുപാട് വീട്ടുകാരൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ അച്ഛന്റെ കുറച്ച് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ വീട്ടുകാരായിട്ട് എനിക്ക് റിലേഷൻ ഇല്ല എന്നല്ല, ജസ്റ്റ് ഒരു എന്താ പറയാ, ഹായ് ബൈ, ആ ഒരു റിലേഷൻ. അവരെ വെറുപ്പിക്കാനും പോയില്ല. പക്ഷെ അമ്മയുടെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ടാണ് എനിക്ക് ഡീപ്പായിട്ടുള്ള റിലേഷൻ ഉള്ളത്. കാര്യം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും. ഇപ്പം എൻ്റെ അമ്മ വിളിക്കുമ്പോൾ എൻ്റെ അമ്മാവൻ എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ ആ ഒരു റിലേഷൻ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഒരുപാട് ദൂരെയാണ് താമസിക്കണേ. എന്നിരുന്നാലും ആ റിലേഷൻ പോകണില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അവര് എല്ലാ സമയത്തും അവർക്ക് അവിടെ എത്താൻ പറ്റിയെന്ന് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അവിടെ ആളില്ലാത്ത, പിന്നെ അവിടെ താമസിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി. 24 hours കണ്ണൂര് തന്നെ ജോലി ചെയ്യുന്ന ഒരാളല്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്തിട്ട് വേറൊരു കമ്പനിയിൽ ഞാൻ കയറിയിട്ടുണ്ട്. എവിടെ? കണ്ണൂരോ? ആ, അവിടെ തന്നെ ജോലി, കണ്ണൂര് തന്നെയാണ്. ഡെയിലി പോയിട്ട് വരാന്നുള്ള ഒരു രീതിയിലാണ് നോക്കുന്നതല്ലാതെ ഉറപ്പാണോ അത്? തീർച്ചയായിട്ടും. രശ്മിക്ക് ജോലി കിട്ടാൻ അവിടെ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ജോലി ആൾക്ക് കിട്ടിയതാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ. പക്ഷേ പകുതിക്ക് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടായിരുന്നു. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞോളൂ. ഇന്റർവ്യൂ മാഡം, അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളെയും കൂട്ടി കൊച്ചിനെ എടുത്തോണ്ടാണ് ഞാൻ ആ ആശുപത്രിയിലേക്ക് പോണത്. അപ്പം ഈവനിങ് 5:30 ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെന്നോട് പറഞ്ഞു, എനിക്ക് ഇതിന് ഇനി പോകാൻ താല്പര്യമില്ല, എനിക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് മറ്റേ ഡിസൈനിങ്, സാരി എംബ്ലോക്ക് ചെയ്യണില്ലേ, അതിന്റെ ഡിസൈനിങ് വർക്ക് അത് പഠിച്ചാൽ കൊള്ളാന്നുണ്ടോ? മാഡം, ഞാൻ പറയാം മാഡം. ഏട്ടൻ അതിന്റെ തലേന്നാണ് വീട്ടിൽ വരുന്നത്. ഞാൻ ഒരാഴ്ചക്ക് മുമ്പേ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഇന്റർവ്യൂ, അടുത്ത വീട്ടിൽ നിന്ന് പത്രം, താഴെ ഈ കുര്യൻ എന്ന് പറഞ്ഞില്ലേ മേഡം, അവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടെന്ന് അമ്മ ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്ന് ഏട്ടൻ അമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് വീട്ടിലെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിച്ചു വെക്കുന്നത്. അന്നൊന്നും എനിക്ക് ഫോണോ ഒന്നുമില്ല. ഞാൻ വിളിച്ച് ചോദിച്ചു. ഓക്കെ, അമ്മ പറഞ്ഞ് എന്തായാലും പോയൊന്ന് നോക്കിയിട്ട് വാ, ചിലപ്പോൾ കിട്ടിയാല. അപ്പോൾ പിന്നീട് അമ്മ ചോദിച്ചു എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ 5:30 കണ്ടിയിലാണ്. അയ്യോ, അത് ഇത്രയും ദൂരമല്ലേ. അപ്പം അമ്മ പറഞ്ഞ കാര്യമാണ്, അമ്മയ്ക്ക് പണിയുള്ള ദിവസം അമ്മയ്ക്ക് പണിക്ക് പോകണം. പിന്നെ പശുവിൻ്റെ കാര്യം നോക്കണം. ഇപ്പം അച്ഛൻ രാവിലെ പോയി കഴിഞ്ഞാൽ അച്ഛൻ എപ്പോൾ വരും? പശുവിന് പുല്ലരിയണം, പശുവിന് വെള്ളം കൊടുക്കണം, കാര്യങ്ങളാണ്. അന്ന് മോക്ക് അത്ര പ്രായമില്ല, 10 മാസം 11 മാസം, കാര്യം എഴഞ്ഞു തുടങ്ങുന്ന സമയം. അതിന് ശ്രദ്ധിക്കാൻ ഒരാൾ വേണം. അമ്മ പറഞ്ഞ കാര്യമാണ്, ശ്രദ്ധിക്കാനാണ്. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എപ്പം വരും എന്നറിയില്ല. കാര്യം ഞങ്ങളത് ഇരുട്ടിയിൽ നിന്ന് മട്ടന്നൂരും കഴിഞ്ഞ് പിന്നെയും പോകണം.
അപ്പൊ അത്രയും ദൂരം എനിക്ക് സ്ഥലം അറിഞ്ഞു. മനസ്സിലായി. അത് പോയിട്ട് വരുമ്പോ അപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിൽ പ്രശ്നം അത് അമ്മ പറഞ്ഞ കാര്യമാണ്. എന്നിട്ടും ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു പോയി അറ്റൻഡ് ചെയ്യാൻ ഏട്ടൻ പറഞ്ഞു. അതിൻ്റെ ഇതിൽ ഏട്ടൻ്റെ അടുത്ത് പോയപ്പോൾ അന്ന് മോക്ക് കാത് കുത്തുന്ന ദിവസം, അന്ന് ഇരിട്ടിയിൽ നിഖിൽ ഹോസ്പിറ്റലിൽ പോയി കാതും കുത്തിയിട്ടാണ് ഞങ്ങൾ അന്ന് പോകുന്നത്. ദീപാവലിയുടെ ദിവസം പോയപ്പോൾ ഏട്ടൻ ചോദിച്ചു നിനക്ക് ഈ ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ ഇങ്ങനെ ഒരു ഒബ്ജക്ഷൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് മോളുടെ കാര്യത്തിൽ. അപ്പം മോൾ ഇത്രയും വയ്യാണ്ടൊക്കെ ആയ ആളായതുകൊണ്ട് അവിടെ പോയിട്ട് ആൾക്ക് 2-3 വട്ടം പനിയൊക്കെ വന്നു. പോട്ടെ, അത് അന്നത്തെ സാഹചര്യമല്ല, അതൊരു നമ്മൾ കുറ്റപ്പെടുത്തണ്ട. അത് അവരുടെ അങ്ങനെ അന്ന് സത്യമാണ്. പൊടിക്കുഞ്ഞിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആരാ നോക്കുന്നത്? പക്ഷെ ഇതിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ മദ്യം വിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. മദ്യം വിൽക്കുന്ന ആളാണ്, മദ്യം വിൽക്കില്ല. വിൽക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മദ്യം വിൽക്കുന്നുണ്ടെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 3 ഏട്ടന്മാരുണ്ട് എനിക്ക്. അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളാണ് അവർ. ആ വ്യക്തികൾ ഇവർ കണ്ടിട്ടില്ല. കാര്യം അവർ ഗൾഫിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ അതിൽ ഏറ്റവും ഇളയ ഏട്ടൻ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ആളും അത്യാവശ്യം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ്. അച്ഛനും ആളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. അത് ഇയാൾ കണ്ടു. അതിനാണ് ഇയാൾ അത് പറഞ്ഞു അങ്ങനെ ഒരു ബന്ധു വന്ന് മദ്യപിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, അത് കൂടാതെ അവിടെ മദ്യം വാങ്ങിച്ചു അവിടുത്തെ ഇതിലൊക്കെ അടക്കി കടകളൊക്കെ അടച്ചു പോകുമോ? അപ്പോ എന്തോ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് മാഡം അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയേണ്ടത്? അത് ഗ്ലാസ് എടുത്തോണ്ട് വരാനും ഒക്കെ ആ കുട്ടിയോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സാർ എന്റെ വീട്ടിൽ 2 പെൺകുട്ടികൾ വളർന്നിട്ടുണ്ട്. നാളെ അവരോടും അത് പറഞ്ഞിട്ടുണ്ടാവും. അനിയത്തി അമൃത സാക്ഷിയ. അമൃത ആ സമയത്ത് ഇറങ്ങിപ്പോയി, ഞാനും ഇറങ്ങി. എന്നിട്ടാണ് ഞാൻ താഴത്തെ വീട്ടിൽ പോയി നിന്ന് ഏട്ടൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പം അമ്മയുടെ അടുത്ത് ഏട്ടൻ അത് ഞാൻ കണ്ടിട്ടില്ല സർ, എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് മേഡം, മദ്യപിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കും. കാര്യം 100% സത്യം. പക്ഷേ മദ്യം വിൽക്കുന്നുണ്ടെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ അച്ഛനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ കണ്ണിൽ എങ്ങനെ കാണുന്നെന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ണിൽ ആള് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി ഉണ്ടാവാത്ത രീതിയിൽ ഒരു അന്തരീക്ഷം ആ കുടുംബത്തിൽ. സന്ധ്യ സമയമാകുമ്പോൾ ഓട്ടോയിൽ ആളുകൾ വന്ന് അച്ഛൻ്റെ കയ്യിൽ പൈസയും കൊടുത്ത് അച്ഛൻ പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മ എനിക്കൊരു പെങ്കൊച്ചാണ്, ഞാനും ഉണ്ട്, ഞങ്ങളിവിടെ പകൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നീടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഒരു ദിവസം വീണ്ടും അവിടുന്ന് വേറൊരാൾ വന്നപ്പോൾ എനിക്ക് ആളെ അറിഞ്ഞുകൂടാ. അവിടുന്ന് ഒരു വെളുത്ത ഒരാൾ വെള്ള ഷർട്ട് ഇട്ട് ഓട്ടോയിൽ വന്ന് താടിയൊക്കെ ഉള്ള ഒരാൾ വന്ന് പ്രഭ ഇല്ലേന്നും പറഞ്ഞ് ചോദിച്ചിട്ട് വന്ന് കയറി അച്ഛൻ്റെ മുറിയിൽ കയറി പൈസയും കൊടുത്തു. അച്ഛൻ 2 കുപ്പി എടുത്ത് കൊടുത്തു. അച്ഛൻ അപ്പോഴും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇത് ശരിയല്ല, എൻ്റെ വീട് എന്നുള്ള രീതിയിലാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അച്ഛനൊരു നല്ല ജോലി അറിയാം. കാര്യം എന്നെ കുക്കിങ് പാചകമൊക്കെ അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുമാണ്. അപ്പോൾ അച്ഛൻ ആ ഒരു ജോലി പോരെ, ഈ ജോലി വേണ്ട. അമൃതയുണ്ട്, അശ്വതിയുടെ വീട്ടിൽ ഇതറിഞ്ഞാൽ അതും പ്രശ്നമാവും. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോഴും അമ്മ ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താ അവകാശം? എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യാം. അച്ഛൻ അതിൻ്റെ ബിസിനസ് ഉണ്ട്. അതെന്ത് തന്നെ ആയാലും അഖിലെ അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് അറിയാൻ പറ്റും. ഒന്നുകിൽ മദ്യം വയ്ക്കുന്ന ആളാണെങ്കിൽ, സ്ഥിരം മദ്യം വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവും. എന്തായാലും പോലീസുകാരെ അന്വേഷിച്ച് അറിയാൻ പറ്റുമല്ലോ. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടുകാരാണെങ്കിലും പറയും. അന്വേഷിക്കട്ടെ മേഡം, അന്വേഷിക്കണം മേഡം. നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ മതി അച്ഛൻ ബിസിനസ് ഉണ്ടാവും. അല്ല അതിനിപ്പം എന്തായാലും അഖിലിന് അത് സത്യമോ കള്ളവോ എന്തോ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു സാഹചര്യം ആ വീട്ടിലുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു. ഞാൻ പറഞ്ഞല്ലോ മാഡം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ലാന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ല. അവര് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് തരാം. പക്ഷെ അതിന് മുൻപ് നിങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണം. നിങ്ങൾ അന്യ സ്ഥലത്ത് ജോലിക്ക് പോവുകയും മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു മാഡം. അവിടെ തന്നെയാണെങ്കിൽ നമുക്ക് അങ്ങനെ അതിനനുസരിച്ച് എഴുതിയാൽ മതി. നിങ്ങൾ അങ്ങനെ തീർപ്പാക്കിയാൽ മതി. കാരണം പരസ്പരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല. അതേസമയം നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കണ്ണൂരിൽ 100% ജോലി സാധ്യതയുണ്ട്. അവിടെ തന്നെ ആയിരിക്കും. ഭാവിയിൽ ആ കുട്ടിക്ക് അവിടെ ഒരു ജോലിക്കുള്ള ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട്, ആ ജോലി അത് ചെയ്യട്ടെ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് മാഡം, ആൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് വേണം. ഇപ്പം ഡോക്ടർ ഗിരീഷ് നമുക്കിവിടെ സഹായിക്കാനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം.
അഖിലിൻ്റെ കുടുംബാംഗങ്ങൾ ആരും ഇവിടെ എത്തിയിട്ടില്ല. അവരോട് ഫോണിൽ സംസാരിച്ചു. രശ്മിയുടെയും അഖിലിൻ്റെയും അഭിപ്രായങ്ങളും ആരോപണങ്ങളും പരസ്പരമുള്ള തർക്കങ്ങളും ഒക്കെ കഴിഞ്ഞു. പാനലിൻ്റെ ചോദ്യങ്ങളും ഒക്കെ ആയി. എങ്കിൽ പോലും അഖിലിൻ്റെ ആവശ്യപ്രകാരം കുറെ കൂടി വിദഗ്ധമായ ഒരു മെഡിക്കൽ കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്ന് അഖിൽ ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് കൈരളിയുടെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് കുമാർ അദ്ദേഹം ഞങ്ങളുടെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം രണ്ടുപേരോടൊപ്പം സംസാരിച്ചു. ഇനി അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അഖില് കണ്ണൂരുകാരൻ, തിരുവനന്തപുരം രശ്മി, രണ്ടുപേരോടും സംസാരിച്ചു. രണ്ടുപേരും ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു, നല്ല സുഹൃത്തുക്കളാകുന്നു. സൗഹൃദ ബന്ധം നീണ്ടുപോയ ശേഷം അത് പ്രണയം ആ വിധത്തിലേക്ക് കോഹാബിറ്റേഷനിൽ ഒരുമിച്ച് ജീവിക്കുന്ന തലത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ ഇതിനിടയിലുണ്ടാകുന്ന പൊട്ടിത്തെറി, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, അകന്നു മാറി താമസിക്കുന്നു. ഇതിൻ്റെ പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും കാണുന്നത്, ആദ്യം തന്നെ രശ്മിയുടെ കാര്യം നോക്കുമ്പോൾ ബാല്യകാലം മുതൽക്ക് തന്നെ അമ്മയുമായിട്ട് നിരന്തരം പ്രശ്നമുണ്ടാകുന്ന രശ്മി. ഒരുപക്ഷെ അമ്മ എപ്പോഴും രശ്മിയെ ഒറ്റപ്പെടുത്തുന്നു, മാറ്റി നിർത്തുന്നു, വഴക്കുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള പരിഭവം രശ്മിക്കുണ്ട്. അത് എത്ര കണ്ട് വസ്തുനിഷ്ഠമാണ് അല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ബട്ട് രശ്മിയുടെ മനസ്സിൽ, രശ്മിയുടെ മനോഭാവത്തിൽ അതുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. ഓരോ കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന അമ്മ, എപ്പോഴും വഴക്കിടേണ്ടി വരുന്ന അമ്മ എന്ന് മാത്രമല്ല, വ്യക്തിബന്ധങ്ങളിൽ വഴക്കിടലാണ് വിജയതന്ത്രം എന്ന വിധത്തിൽ വീട്ടിൽ നിന്നും ഒരു പരിശീലനം കിട്ടിയതുപോലെ വളർന്നു വരുന്ന രശ്മി ഒരു ഭാഗം. മറുഭാഗം നോക്കുന്ന അവസരത്തിൽ രശ്മിക്ക് മറ്റ് സൗഹൃദ ബന്ധങ്ങളൊന്നും തന്നെയില്ല. മനുഷ്യ മനസ്സിനുണ്ടാകുന്ന ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ പ്രത്യാശകളോ ഒക്കെ തന്നെ ഒരു ഓസ്മോസ് നടത്തുവാൻ വേണ്ടി ഒരിക്കലും മറ്റ് സൗഹൃദ ബന്ധങ്ങളില്ലാതെ ഒരു സുഹൃത്തുക്കളും ഇല്ല എന്നാണ് രശ്മി പറഞ്ഞതിനോട്. അപ്പം സൗഹൃദ ബന്ധങ്ങളില്ലാത്ത, സോഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത രശ്മി, ഒരുപാട് പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബാന്തരീക്ഷത്തിൽ നിന്നും വരുന്ന രശ്മി, അവിടെയാണ് നമ്മൾ അഖിലിനെ കണ്ടുമുട്ടുന്ന രശ്മി. അപ്പോൾ അഖിൽ, രശ്മി പറയുന്നത് ഹി വാസ് എ വെരി ഗുഡ് ഫ്രണ്ട്, വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ ഓരോ നിമിഷങ്ങളിലുമുള്ള സംഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പങ്കാളിത്തം, സൗഹൃദം, സ്നേഹം, അങ്ങനെ പോകുന്നു. അതാണ് ഒരുമിച്ച് ജീവിക്കുവാൻ തയ്യാറാവുന്നത്. വീണ്ടും ഉണ്ടാകുന്ന പൊട്ടിത്തെറികളുടെ പിന്നാമ്പുറം നോക്കുന്ന അവസരത്തിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അവിടെ. പഴയതുപോലെ അഖില് രശ്മിക്ക് അത്രയും കൂടുതൽ സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. മനഃപൂർവ്വം എന്നുള്ള അർത്ഥം അതിനില്ല. അവർക്ക് തമ്മിൽ നേരത്തെ കിട്ടിയിരുന്ന അത്രയും കൂടുതൽ സംഭാഷണത്തിലുള്ള സൗകര്യം നഷ്ടപ്പെടുന്നു. സോ ഒരു ബ്ലോക്ക് സംഭവിക്കുമ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ രശ്മിക്ക് അനുഭവപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, അഖിലിൻ്റെ വീടുമായിട്ട് ഒരുമിച്ച് പോകാൻ ശ്രമിക്കുന്ന അവസരത്തിൽ അഖിലിൻ്റെ വീട്ടിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. രശ്മിയുടേതായ ഒരു ജീവിത ശൈലിയുണ്ട്. എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം, ഈ കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങളിൽ അഖിലിൻ്റെ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന വിയോജനം അല്ലെങ്കിൽ യോജിപ്പില്ലായ്മ ഒരു ഭാഗത്ത്, രശ്മിക്ക് ഇഷ്ടമില്ലാത്ത നിലയ്ക്കുള്ള ചില കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കുന്നതിൻ്റെ ദേഷ്യം, വേദന, അങ്ങനെ ഉണ്ടാകുന്ന കൊച്ചു ഹാസിൽസ് എന്ന് പറയും, ചൊറിച്ചിലുകൾ. ആ ചൊറിച്ചിലുകൾ ഉണ്ടാക്കുന്ന പിരിമുറുക്കം, അത് മറുഭാഗത്ത്. പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമുള്ള രശ്മി സ്വാഭാവികമായിട്ടും പൊട്ടിത്തെറിക്കുന്നു. ഇവർക്ക് തമ്മിൽ വിള്ളലുണ്ടാകുന്നു. അത് അടിയിലും വഴക്കിലും കലാശിക്കുന്നു. അങ്ങനെ നീങ്ങിയ ജീവിതമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം ഒടുവിൽ അവർ രണ്ടുപേരും അത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ടു, മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്താമെന്ന് പകലിനെ പറഞ്ഞനുസരിച്ച് എൻ്റെ അച്ഛനിൽ തന്നെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ നീണ്ട കാലങ്ങളിലുള്ള അനുഭവങ്ങൾ തന്നെ ഗുരുവായി അച്ഛന് മാറി. അച്ഛൻ ആ ഗുരുവിനെ സ്വീകരിച്ചുകൊണ്ട് മാറാൻ തയ്യാറായി നിൽക്കുന്നു. അഖിൽ, രണ്ട് കാര്യങ്ങൾ അഖിലുണ്ടായിരുന്നു. ഒന്ന്, ഈ അത്രയും വലിയ ആശയവിനിമയം ഇല്ലായിരുന്ന അവസ്ഥ, അത് മാറ്റി തീർച്ചയായിട്ടും നല്ല പിടിവള്ളിയായി നിൽക്കും അഖിൽ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. മൂന്നാമത്തെ കാര്യം, വലിയൊരു പ്രശ്നം അയാൾക്കുണ്ടാകുന്ന ഉത്കണ്ഠയെന്ന് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ ഇങ്ങനെ കാലതാമസം, ഡിലേ, അതും കഴിയുന്നത് വേഗം മാറ്റി ടൈം ബൗണ്ടായിട്ട് തന്നെ അഖിൽ ചെയ്യാമെന്ന് വാക്ക് നൽകുന്നു. അപ്പം ഇതിലൂടെ തന്നെ ഈ പ്രശ്നങ്ങൾ മാറുന്നു. ബട്ട് വീണ്ടും അവശേഷിക്കുന്ന കാര്യം, അത് ഞാൻ രശ്മിയോട് പറഞ്ഞു, ഈ നീണ്ട കാലത്ത് ബാല്യകാലത്തുണ്ടായിരുന്ന പ്രതികരണ സ്വഭാവത്തിൻ്റെ ഫലമായി ഏത് കാര്യത്തോടും ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന ഒരു ഭാവം, ആ ഒരു മൈൻഡ് സെറ്റ് രശ്മിക്കുണ്ട്. അത് തീർച്ചയായിട്ടും മാറേണ്ട അത്യാവശ്യമാണ്. ഇപ്പം അഖിൽ മാറും, അച്ഛൻ മാറും. വീണ്ടും രശ്മിക്ക് 2 വയസ്സുള്ള ഒരു കുട്ടി വളർന്നു വരുന്നു. അതിനോടും എപ്പോഴും ദേഷ്യത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രശ്മിക്കും അമ്മയിൽ നിന്ന് എന്തുണ്ടായത് അതായിരിക്കും, അതിൻ്റെ ഒരു തനിയാവർത്തനമായിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ അതുണ്ടാവാതിരിക്കുവാനും തീർച്ചയായിട്ടും രശ്മി സ്വയം ബോധവതിയാവണം. ഓരോ ചെയ്തികളിലും ഓരോ ചിന്തകളിലും നിരീക്ഷണം ഉണ്ടാവണം. മാറ്റത്തിനുള്ള ശ്രമങ്ങൾ നടത്തുക വേണം. റൈറ്റ്? എന്തായാലും ഡോക്ടർ, വളരെ സന്തോഷമുണ്ട്. ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം 2 ഭാഗങ്ങളിലായിട്ട് വന്നിരുന്നവർ എന്തായാലും ഒരു വശത്ത് ഇരുത്തി. അല്ല, അങ്ങനെ ഒരു നിമിത്തം ഉണ്ടാക്കുവാൻ കാരണമായി തീർന്ന നിങ്ങളൊക്കെയാണ്. നിങ്ങളോട് തീർച്ചയായിട്ടും എൻ്റെ കടപ്പാട് എല്ലാവരോടും. താങ്ക് യു. അഖിലും രശ്മിയും 2
ചുറ്റുപാടുകളിൽ ജീവിച്ച് വളർന്നു വന്നവരാണ്. രശ്മിക്കാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും ഒരു ഇൻസെക്യൂരിറ്റി കുഞ്ഞുകാലം മുതലേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ അമ്മയുടെ, അച്ഛൻ്റെ, സഹോദരിയുടെ ഒരു നല്ല സ്നേഹത്തിൽ വളർന്നു വന്ന കുട്ടിയല്ല. അതിൻ്റേതായിട്ടുള്ള സ്വഭാവ വൈകല്യങ്ങൾ രശ്മിയുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയും. അമ്മയോട് വഴക്കിടുന്ന, സഹോദരിയോട്, അച്ഛനോട് വഴക്കിടുന്ന, അമ്മൂമ്മയോട് വഴക്കിടുന്ന, എല്ലാവരോടും എങ്ങൊന്നും ഒരു സ്നേഹം കുട്ടി ആഗ്രഹിക്കുന്നത് പോലെ കിട്ടിയിട്ടില്ല. പക്ഷേ അച്ഛനാണെങ്കിൽ അദ്ദേഹം പാവപ്പെട്ടവനാണെങ്കിലും അയാളുടെ കഴിവിനും അപ്പുറം പണം ചെലവാക്കി ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്ന് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പര്യാപ്തയാക്കിയിട്ടുണ്ട് മോളെ. അതുകൊണ്ട് ആ തൊഴിൽ നഴ്സിംഗ് പാസ്സായില്ലയോ, ലക്ഷങ്ങൾ രൂപ ചെലവാക്കിയാണ് പഠിപ്പിച്ചത്. നല്ല ഒരു ജോലി കിട്ടാനുള്ള സാഹചര്യം രശ്മിക്കുണ്ട്. ജോലി സമ്പാദിക്കണം, അതിനുള്ള സഹായം അഖിൽ ചെയ്തു കൊടുക്കണം. നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച്, ബന്ധുക്കളാരും ഇടപെട്ടില്ലല്ലോ, വേറെ മറ്റാരും ഇഷ്ടപ്പെട്ടല്ല, സഹായിച്ചല്ല, നിങ്ങളും തമ്മിൽ ഇഷ്ടപ്പെട്ട് പ്രണയ വിവാഹമായിരുന്നു. കല്യാണത്തിന് മുമ്പ് നല്ല രീതിയിൽ നിങ്ങൾ സഹകരിച്ചു പോയി. അതിനുശേഷം മറ്റൊരു വീട്ടിലേക്ക് കല്യാണവും കഴിച്ച് ചെന്നപ്പോഴത്തേക്കുണ്ടായ ആ സാഹചര്യങ്ങളുമായിട്ട് സ്വരമപ്പെട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് രശ്മിക്ക് അനുഭവപ്പെട്ട് അമ്മ തന്നെ, ഈ അഖിലിൻ്റെ അമ്മ തന്നെ പറഞ്ഞ് കല്യാണം കഴിച്ച് ചെന്ന് 3 മാസത്തേക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് അവരുടെ അനുവാദമില്ലാതെയാണ് കല്യാണം കഴിച്ചതെങ്കിലും നിങ്ങൾ രണ്ടും കൂടെ കയറി ചെന്ന ഉടനെ സന്തോഷമായിട്ട് സ്വീകരിച്ചവരല്ലയോ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ. നമ്മൾ ആ മഹാമനസ്കത നമ്മൾ തിരിച്ചവരോടും കാണിക്കണം. അവർക്ക്, അച്ഛനമ്മമാർക്കും സഹോദരിക്കും ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യണം കേട്ടോ. അഖിലിന് വേറെ കൂടെ പറയാം, ആ കുട്ടി നഴ്സിംഗ് കൂടെ പാസ്സായതാണ്. അഭിമാനപൂർവ്വം അതിനെ ഒരു ജോലിക്ക് വിടണം. അഖിലിനൊരു സ്വന്തം ഭാര്യ നല്ലൊരു ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അഭിമാനമായിട്ട് കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം വേണം. അങ്ങനെ ബഹുമാനിച്ച് നമുക്ക് ഉണ്ടാകുന്ന കുറവുകളെക്കുറിച്ചും മറ്റേ നമുക്ക് ചില കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ബോധ്യം വേണം നമ്മുടെ കുറവുകൾ എന്താണെന്ന്. അതിപ്പോൾ മനസ്സിലായി. അപ്പം പിന്നെ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറും. 2 പേർക്കും ഉണ്ട് കുറവുകൾ. 2 പേരും വീട്ടുകാരെ ഓവർ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അഖിലിനും ഉണ്ട് കൂടുതൽ ഡിപ്പെൻഡൻസി. അത് കണ്ടുകൊണ്ടാണ് ആ കുട്ടി പിന്നെ അഖിലിൻ്റെ അടുത്തോട്ട് വന്നതായിരുന്നു. അതും അങ്ങോട്ട് പോകേണ്ടി വന്നു. 2 പേരും അവരവരുടെ വീടുകളിലോട്ട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട വേണം. മാഡം പറഞ്ഞ പോലെ ഒരേ സർക്കിളിനകത്ത് നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, മറ്റൊരു വെളിയിലാണ്. എല്ലാ കാര്യവും നിങ്ങൾ തമ്മിൽ വേണം പറഞ്ഞു തീർക്കാൻ. അത് കഴിഞ്ഞിട്ട് മതി വീട്ടുകാരെ ഇടപെടുത്താൻ. എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ പറയുന്നത് ശരി, അച്ഛൻ തന്നെ പറയുന്നത് ശരി, അങ്ങനെയല്ല. അത് പറയുന്നത് ഇവർ പറയുന്നതും ശരിയുണ്ട്. ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അങ്ങനെ വേണം, ഒന്നിച്ച് വേണം ജീവിച്ചു പോകാൻ. കുറവുകളൊക്കെ പരിഹരിച്ച് നല്ലൊരു ജീവിതത്തിൽ വേണം. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം, മാരേജ് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ ആ കുട്ടി ആ താലിക്കൂടത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് അറിയേണ്ടത് നമ്മൾ. അപ്പോൾ എത്രമാത്രം അത് ബഹുമാനിക്കുന്നു. ഇവിടെ വന്നിട്ടും അത് ആദ്യം അതാ പറഞ്ഞത്, എനിക്ക് അഖിലിനെ നഷ്ടപ്പെടരുതെന്ന് ആദ്യം പറഞ്ഞത്. അല്ല നിങ്ങൾ പറയുന്ന പോലെ വനിതാ കമ്മീഷൻ ഇവിടെ കംപ്ലയിൻ്റ് അല്ല തന്നു, അഖിലിനെ നഷ്ടപ്പെടരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത്രമാത്രം ആ കുട്ടി സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങളെ അങ്ങനെ ആയിപ്പോയതാണ് നിങ്ങളും. നിങ്ങൾക്ക് ഉള്ളിനുള്ളിൽ നിങ്ങളും വളരെ നല്ല കുട്ടിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് ഈ പാനലിൻ്റെ ബേസ് ചെയ്ത് എനിക്ക് ഞങ്ങൾക്ക് പറയാനുണ്ട്. കേരള ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ ലീഗൽ സർവീസ് അതോറിറ്റിക്കും കൈരളി ചാനലിൽ കൂടെ ഞങ്ങൾക്ക് ഈ പ്രേക്ഷകരോടും പറയാനുള്ള ഇത് മാത്രമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാണ് മനുഷ്യൻ്റെ ഉള്ള പ്രശ്നം. അവരവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കാവുന്ന കാര്യമുള്ളൂ. മൈന്യൂട്ട് പ്രോബ്ലമാണ്, ഒരു മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം അഖിൽ പറഞ്ഞായിരുന്നു നേരത്തെ, രശ്മിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വളർത്തിയതിൻ്റെ പ്രശ്നമാണ്. ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അഖിൽ അങ്ങനെ അല്ലേ പറഞ്ഞു. അപ്പം അതുപോലെ ഒരു സാഹചര്യം നാളെ അഖിലിൻ്റെ മകൾക്ക് ഉണ്ടാവരുത്. അത് കണ്ടുകൊണ്ടാണ്. കാരണം അച്ഛനും അമ്മയായി, നിങ്ങൾ കുട്ടികളല്ല, അവരുടെ മക്കൾ എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ അച്ഛനും അമ്മയാണ്. അപ്പോൾ അഖിൽ ആ ഒരു മെച്യൂരിറ്റിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. രശ്മി അതുപോലെ തന്നെ ഇപ്പം സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങൾ അനുകൂലമായിട്ടുണ്ട്. നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ജയിക്കണമെങ്കിൽ ബോധവൽക്കരണം നമുക്ക് കിട്ടുന്നത് നമ്മളത് നമ്മളുടെ എന്താ പറയുക നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. സ്ത്രീകൾക്ക് ഒരുപാട് നീതികൾ അനുകൂലമായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഓക്കെ. രശ്മി ഇവിടെ പരാതി തന്നിരുന്നത് ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങളും, പക്ഷേ അഖിലിനോടൊപ്പം തന്നെ ജീവിക്കണം, അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളാൽ കഴിയുന്ന വിധം അത് നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിനിടയിൽ പതിവിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർ ഗിരീഷ് ഇവിടെ എത്തുകയും അവർക്ക് കുറച്ച് കൂടുതൽ എന്താ പറയുന്നത് മാനസികമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും കൊടുക്കുകയും ചെയ്തു. അതിനൊടുവിൽ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളൊക്കെ സമ്മതിച്ച് പഴയതുപോലെ സുഹൃത്തുക്കളായി തുടങ്ങിയ ആ ജീവിതം പോലെ തന്നെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.